നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും രാജ്യത്തിൻ്റെ 75ാം റിപ്പബ്ലിക് ഡേ ആശംസകൾ. കഴിഞ്ഞ 20 വർഷമായി പരേഡ് ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദമാണിത്. സെൻറ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ 20 വർഷമായി റിപ്പബ്ലിക് ഡേ പരേഡിൽ സ്ഥിരമായി പങ്കെടുത്ത് അവിടെ മാർച്ചിങ്ങിൽ പെർഫോം ചെയ്യുന്ന ഏക ടീമാണ്. സ്ഥിരമായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ പരേഡിലും ഈ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ബാൻഡ് ടീം അവിടെ പെർഫോം ചെയ്യാറുണ്ട്. പിന്നെ ഇതുകൂടാതെ എല്ലാ വർഷവും സ്റ്റേറ്റിൽ എ ഗ്രേഡ് വാങ്ങുകയും കഴിഞ്ഞ 2018 ഡൽഹിയിൽ നടന്ന നാഷണൽ ബാൻഡ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടിയ ടീമാണ്. ഇത്രയും അംഗീകാരങ്ങൾ നേടിയ ടീം കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണിത്. തീർച്ചയായും ഇവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. സിസ്റ്റർ പറയാം, എന്താണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? ഇവരുടെ കഠിനമായ പ്രയത്നം, കൂട്ടായ്മ, നിരന്തരമായ പ്രാക്ടീസ് എല്ലാം കൊണ്ടും തന്നെയാണ് ഇവർക്ക് സംസ്ഥാനത്ത് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതും എ ഗ്രേഡ് കിട്ടാൻ സാധിച്ചതും. തീർച്ചയായിട്ടും ഇവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കും പരിശീലകർക്കും എൻ്റെ അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ. ഒപ്പം ദിയ ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള ബാൻഡ് ടീമിനും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇവരൊക്കെ പരിചയപ്പെടേണ്ടതുണ്ട്. 20 വർഷമായിട്ടാണ് ഈ പരേഡിന് കുട്ടികളെ വിട്ടുകൊടുക്കുന്ന സ്കൂളിലാണ് നിൽക്കുന്നത്. പേരൊക്കെ ഒന്ന് പറയാം, എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. ഹായ്, എൻ്റെ പേര് ഫെല്ല ജഹാൻ. ഹായ്, ഇഷാന സുനിൽ. ഹായ്, എൻ്റെ പേര് ആയിഷ മെഹക്. ഹായ്, എൻ്റെ പേര് ആമിന ഹർഷ. മൈസെൽഫ് സാഹ മറിയം. ഹായ്, ഞാൻ ദേവപ്രിയ. ഹായ്, ഞാൻ വർഷ VS. മെറിൻ കെ നെൽസൺ. അബ്നി കൃഷ്ണ. പറയാം. ഹായ്, ഞാൻ ജുവൽ മരിയ മെജോ. ഹായ്, മൈ നെയിം ഇസ് അസ്വാനസ്. നാർക്കിസ് നാഷിക്. ഹുലീക അഹമ്മദ്. റുവാറൂസ് ഫാത്മ. ഹായ്, മൈസെൽഫ് അക്ഷയ KP. ശ്രേയ കൃഷ്ണ. റന ജഹർ. സോയ. രേവതി ബൈജു. എൻ്റെ പേര് ദിയ ബൈജു. ദിയ ബൈജു ആണ് ശരിക്കും നേതൃത്വം നൽകുന്നത്. അതെ. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും കാലം റിപ്പബ്ലിക് ഡേന് പോകാൻ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ പോരാത്തതിന് കൊല്ലം സ്റ്റേറ്റിലെ എ ഗ്രേഡാണ്. അതിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് കാണുന്നത്. ടീച്ചേഴ്സിനോടും പാരൻസിനോടും സാറിനോടും ഒക്കെ
കുറേ താങ്ക്സ് ഉണ്ട്. പിന്നെ ടീം മെമ്പേഴ്സും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതുവരെ പോകാൻ പറ്റിയതിൽ സന്തോഷം. എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? സമൂഹത്തിൽ വലിയ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട്. അതെ അതെ അതെ, അവരുടെയൊക്കെ അപ്രിഷിയേഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇത്രയും ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം സക്സസ് ആക്കാൻ കഴിയുന്നത്. അതെ അതെ, ഞാനൊഴികെ 19 പേരുണ്ട് ടീമിൽ. അപ്പം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് തമ്മിൽ സംസാരിച്ച് അവനവൻ്റെ തെറ്റുകൾ തിരുത്തി, ഇങ്ങനെയാണ് ഇത്രയും ഞങ്ങൾ ഒരു കൊല്ലം ഇപ്പം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം അവരുടെ ഒരു കോർഡിനേഷനും യൂണിറ്റിയും ഒക്കെയാണ് ഇതിന് സക്സസിന് കാരണം. ഈ ബാൻഡിന് മേൽനോട്ടം വഹിക്കുന്നത് സിസ്റ്റർ പേര് പറയാം. ഞാൻ സിസ്റ്റർ ഗ്രാസിയ. ഇവിടെ ബാൻഡ് തുടങ്ങിയിട്ട് 1984 സിസ്റ്റർ റോസി ജോസഫിൻ്റെ സിസ്റ്റർ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സമയത്താണ് ബാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നിയർലി 40 ഇയേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുട്ടികളോടൊപ്പം ടീച്ചേഴ്സും വളരെയധികമായി പേരൻസും അവരുടെ ഒത്തിരി സപ്പോർട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിന്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ബാൻഡ് ഇങ്ങനെ മുൻപോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത്. ആദ്യമായി ബാൻഡിൻ്റെ ലീഡറായിരുന്നത് നിഷാം എന്ന കുട്ടിയായിരുന്നു. ആ സമയത്തെ ടീച്ചേഴ്സ് ഇൻചാർജ് മിസ്സിസ് ബെറ്റി ഹെർബർ ആൻഡ് മിസ്സിസ് സെലിൻ റൊസാരിയോ വാസ് ദ ടീച്ചേഴ്സ് ഇൻചാർജ് ദാറ്റ് ടൈം. ഇവരൊക്കെ ഒരു ഒരുമിച്ചുള്ള സംഭവം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതെ അതെ, അന്ന് മുതൽ പാരൻസ് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്? അത് ബാബു, ഞങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിൽ. എല്ലാവർക്കും, അതായത് എല്ലാവരും അവരവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. ഇത് ശരിക്കും തന്നെ ഒരു ആഘോഷം തന്നെയാണ് ഞങ്ങൾക്ക്. തീർച്ചയായും ബ്രിണേച്ചി എൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ്. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം കവർ ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഇത് പ്രോഗ്രാം കവർ ചെയ്തത്. അപ്പോൾ തീർച്ചയായും ഇത്തരം സപ്പോർട്ടുകളൊക്കെ കുട്ടികൾക്കൊക്കെ ഇത്തരം സപ്പോർട്ടുകളൊക്കെ വളരെയധികം നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ 20 വർഷമായിട്ട് ഇവർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.